അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മൾ ഓൺലൈനിൽ MSR എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. MSR ഓൺലൈൻ രജിസ്റ്റർ ആയവരത് അതെങ്ങനെ ചെക്ക് ചെയ്യാം, അവരുടെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം. ഇവിടെ ലോഗിൻ ID എന്നുള്ളിടത്ത് MSR എന്നെഴുതി, MSR നമ്പറും സ്പേസ് ഇല്ലാതെ എഴുതി. MSR എന്നുള്ളത് അത് വലിയ അക്ഷരത്തിലായിരിക്കണം. പിന്നെ പാസ്വേഡ് ആധാർ നമ്പറാണ് സാധാരണ കൊടുക്കാറ്. ചിലവരത് മൊബൈൽ നമ്പർ ആയിരിക്കും. എന്താണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇവിടെ ഇതുപോലെ ഓപ്പൺ ആവും. ഓക്കെ, അതിൽ നമുക്ക് ID കാർഡ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ID കാർഡ് കിട്ടും. ഇവിടെ ID കാർഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ അവിടുത്തെ സർവീസും കാര്യങ്ങളും കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ MSRന് നമ്മൾ എങ്ങനെ അപേക്ഷിക്കും എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ പൂർണ്ണമായ പേര്, ഫുൾ നെയിം എഴുതി കൊടുക്കുക. ഉദാഹരണം ജുനൈദ്. ബിരുദമുണ്ടെങ്കിൽ ബിരുദം എഴുതി കൊടുക്കുക. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ ഇമെയിൽ ID, പിന്നെ ആധാർ നമ്പർ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അതൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ OTP നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ അടിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് രണ്ടാം സെക്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ അഡ്രസ്സ്, ഉപ്പാൻ്റെ പേര്, നിങ്ങളുടെ പേര്, ബിരുദം കാര്യങ്ങളൊക്കെ ചേർത്ത് OTP അടിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് വേണ്ടി നിർമ്മിക്കാനുണ്ടാവും. അതൊക്കെ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾ മറ്റുള്ള ഡീറ്റെയിൽസ് ചേർക്കുക. അതിനുശേഷം നിങ്ങൾ നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസയുടെ ഡീറ്റെയിൽസ്, നിങ്ങൾ പിന്നെ മദ്രസ രജിസ്റ്റർ നമ്പർ, മദ്രസയുടെ ശമ്പളം, മദ്രസയിൽ ചേർന്ന തീയതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചേർത്തതിന് ശേഷം മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ SSFിൻ്റെയും അല്ലെങ്കിൽ SMFിൻ്റെയും അല്ലെങ്കിൽ SYSൻ്റെയും മൂന്നാൽ ഏതെങ്കിലും ഒരു ശാഖയുടെ സീല്, സെക്രട്ടറിയുടെയോ പ്രസിഡൻ്റിൻ്റെയോ ഒപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഫോം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതായത് ഇതിൽ കാണുന്നുണ്ടല്ലോ, സർവീസ് ഫോറം ജോയിൻ ലെറ്റർ, സർവീസ് ഫോറം റിസൈൻ, ന്യൂ MSR ലെറ്റർ, ന്യൂ മദ്രസ ലെറ്റർ മദ്രസ, ന്യൂ MSR ലെറ്റർ മദ്രസ, ന്യൂ MSR ലെറ്റർ മദ്രസ എന്ന് കണ്ടില്ലേ. അതുപോലെ MSR സർവീസ് അദാലത്ത് ഫോം, MSR സർവീസ് അദാലത്ത് സർക്കുലർ, MSR റിഫോം ഫോം. അപ്പോൾ ഇതിൽ നമുക്ക് പുതുതായിട്ട് നമ്മൾ പിന്നെ MSR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ന്യൂ MSR ലെറ്റർ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിന്നെ ഫോം ഇതിൽ നിന്ന് ഇതുപോലെ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഗാലറിയിൽ വരും. അത് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ കണ്ടില്ലേ, ഇതിലേതെങ്കിലുമൊക്കെ 3 ശാഖയുടെ പേര്, പിന്നെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി, നിങ്ങളുടെ പേരും ബിരുദം എഴുതി, എന്നിട്ട് അവിടുത്തെ ശാഖയുടെ സെക്രട്ടറിൻ്റെ പേരും അവിടുത്തെ സീലും കാര്യങ്ങളൊക്കെ വെച്ച് മൊബൈൽ നമ്പറൊക്കെ എഴുതി, സ്ഥലവും തീയതിയൊക്കെ എഴുതി അതെന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നതിന് ശേഷം പിന്നെ അത് പിന്നെ മദ്രസയിൽ നിന്ന് അപ്ലോഡ് ചെയ്യണം. അതുപോലെ റേഞ്ചിൽ നിന്നും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ മദ്രസയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ മദ്രസയിൽ ചേരാനുള്ള ലെറ്റർ വേറെ ഉണ്ട്. അതാണ് ന്യൂ MSR ലെറ്റർ മദ്രസ എന്നുള്ളത്. അതും ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത്, പറയപ്പെട്ടതുപോലെ ഡൗൺലോഡ് ചെയ്ത്, പിന്നെ അത് പ്രിൻ്റ് എടുത്ത് കോപ്പിയൊക്കെ എടുത്ത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിലവിൽ പിന്നെ
പഠിപ്പിക്കുന്ന മദ്രസയുടെ പേര്, രജിസ്റ്റർ നമ്പർ, അവിടുത്തെ സെക്രട്ടറിൻ്റെ പ്രസിഡൻറ്റിനൊക്കെ ബോധ്യപ്പെടുത്തി നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസയുടെ കാര്യം പറയുന്നത്. പിന്നെ ആ മദ്രസയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ന തീയതി മുതൽ ഇത്ര രൂപ ശമ്പളം കൊണ്ട് അധ്യാപകനായി നിയമിച്ച അധ്യാപകൻ്റെ പേര്, സ്ഥലം, പോസ്റ്റ്, ജില്ല, പിൻകോഡ്, ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്, സംസ്ഥാനം, ഇതൊക്കെ ചെയ്ത് പിന്നെ ആധാർ നമ്പർ എഴുതി കൊടുക്കുക. അതായത് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്ത് അഡ്രസ്സാണോ കൊടുത്തിട്ടുള്ളത് അതേ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. പിന്നെ നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസയുടെ പേരും അവരുടെ രജിസ്റ്റർ നമ്പറും ഇവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസയുടെ സെക്രട്ടറിയുടെ പേര്, ഒപ്പ്, കമ്മിറ്റിയുടെ സീല്, മൊബൈൽ നമ്പർ, റൗണ്ട് സീലാണ് ഉചിതം, നല്ലത്. സ്ഥലം, തീയതിയൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് മദ്രസ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ നിങ്ങൾ അത് മദ്രസ ഐഡിയും പാസ്വേഡും വെച്ച് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ശേഷം നിങ്ങൾ നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസയുടെ അത് ഏത് റേഞ്ച് പരിധിയിൽപ്പെട്ടതാണോ ആ റേഞ്ച് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ആ റേഞ്ച് സെക്രട്ടറിയോട് പറയണം. എന്നിട്ട് ആ റേഞ്ച് സെക്രട്ടറി എന്ത് ചെയ്യും, നിങ്ങൾ MSR ലെറ്റർ അപേക്ഷിച്ചത് അവിടെ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം നേരെ അത് കമ്മിറ്റി ചേളാരി ഓഫീസിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും. അത് അവിടുന്ന് അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതവർ തിരുത്തി ചെയ്യാൻ പറയും, രജിസ്റ്റർ ചെയ്യും. ഇല്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവരെ അവിടെ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, MSR അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞ്. എന്നിട്ട് നിങ്ങളുടെ ഐഡിയും പാസ്വേഡും ഒക്കെ സാധാ ഫോണിൽ വരുന്ന മെസ്സേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം ആ ഐഡിയും പാസ്വേഡും വെച്ച് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ ഐഡിയും പാസ്വേഡും ഉള്ളിടത്ത് അതൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ MSRൻ്റെ സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരാൾക്ക് MSR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷന്. പിന്നെ ഇതിൽ കാണാം ന്യൂ MSR ലെറ്റർ മദ്രസ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഉള്ളത് MSR സർവീസ് അദാലത്ത് ഫോം. ഇപ്പം നിലവിൽ അദാലത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ സർവീസ്, പല ആളുകളും ഗൾഫിൽ പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ പെട്ടുപോയി. അപ്പോൾ പിന്നെ MSR ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ MSR നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നഷ്ടപ്പെട്ട സർവീസ് കാലം MSRൽ ചേർക്കുന്നതിനുള്ള അപേക്ഷാ ഫോമാണിത്. അപ്പോൾ അതിൽ ചേർക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ ചേർക്കാനും പിടിക്കാനൊക്കെ ഉള്ളതാണ്. മനസ്സിലായോ? അതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മനസ്സിലാവും. പിന്നെ അതിന് ശേഷം MSR സർക്കുലറാണ്, അതായത് ഇതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പറയുന്ന ഒരു സർക്കുലറാണ്. അത് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ വായിക്കാനൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇതിൽ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കുറേ എടുക്കും. അപ്പോൾ ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് അതിൻ്റെ സമയം ഉണ്ടായിരുന്നത്. അതിപ്പോൾ നിലവിൽ കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഉള്ളത് MSR റീഫോം ഫോം, അഥവാ MSR പുതുക്കാൻ. മറ്റേത് നഷ്ടപ്പെട്ടാൽ അദാലത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ സമയം കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇതിന് നിലവിൽ പുതുക്കാനുള്ള ഫോം ഇങ്ങനെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. പഴയത് ഇപ്പോൾ പോയി പരിഷ്കരിച്ചു. ഇപ്പം പുതുതായിട്ട് വരുന്നത് ഫുള്ള് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നിങ്ങൾ പുതുക്കുവാൻ വേണ്ടി ഈ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. പഴയ MSR പുതുക്കാനുണ്ടെങ്കിൽ ഈ MSR ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ MSR നമ്പർ, പിന്നെ പേര് വിത്ത് ഇനീഷ്യലോട് കൂടിയിട്ടുള്ള പേര്, ബിരുദമുണ്ടെങ്കിൽ ബിരുദം എഴുതാം. പിന്നെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, പിന്നെ വീട്ടുപേര്, സ്ഥലം, പോസ്റ്റ്, ഡിസ്ട്രിക്ട്, ഐഡൻറ്റി, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ അടയാളം എഴുതി കൊടുക്കുക. എഡ്യൂക്കേഷൻ ജനറൽ, ഇസ്ലാമിക് ഡിഗ്രി, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, പിൻകോഡ്, സ്റ്റേറ്റ്, പിന്നെ നിങ്ങളുടെ സർവീസ് പീരീഡ് എത്ര വർഷമായി ഇപ്പോൾ നിലവിൽ പിന്നെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നുള്ളത്, പാസ് ആൻഡ് ടാക്ക് എത്ര വരെ പഠിപ്പിക്കും, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ഇതെല്ലാം ചേർത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം നാം, സിഗ്നേച്ചർ ആൻഡ് സീൽ ഓഫ് മദ്രസ പ്രസിഡൻ്റാണ്. അതായത് നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസയുടെ സീലും കാര്യങ്ങളൊക്കെ ഒപ്പും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ നാം ഓഫ് സിഗ്നേച്ചർ SMF, SYS, SK, SSFൻ്റെ യൂണിറ്റ് ഏതെങ്കിലും ഒരു ശാഖയുടെ സീൽ ഇവിടെ വെക്കുക. പിന്നെ ഇവിടെ നിലവിൽ മെമ്പർഷിപ്പ് നമ്പർ, അതായത് സ്വദേശ് റേഞ്ചിൻ്റെ പിന്നെ ജോയിനിങ്ങിൻ്റെ അവിടുത്തെ രജിസ്റ്റർ നമ്പർ, അവിടുത്തെ പിന്നെ സ്വദേശ് റേഞ്ചിൻ്റെ സെക്രട്ടറിയുടെ പേരും ഒപ്പും സീലും കാര്യങ്ങളും വേണം. പിന്നെ എന്താ പറയുക, റേഞ്ച് സെക്രട്ടറിയുടെ നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസൻ്റെ റേഞ്ച് സെക്രട്ടറിയുടെ ആയിരിക്കും, അവരുടെ ഒപ്പും കാര്യങ്ങളൊക്കെ വേണം. ചുരുക്കി പറഞ്ഞാൽ ഇത് MSR പുതുക്കാൻ വേണ്ടിയിട്ട് ഈ ഫോം ഉപയോഗിക്കുമ്പോൾ
നിലവിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മദ്രസയുടെ സീലും കാര്യങ്ങളും സെക്രട്ടറിയുടെ ഒപ്പും കാര്യങ്ങളും വേണം. പിന്നെ നാട്ടിലെ നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ SKSSF, SMF, SYSC യൂണിറ്റ് ഇതിലേതെങ്കിലുമൊക്കെ ഒരു ശാഖയുടെ സീലും കാര്യങ്ങളും വേണം. പിന്നെ സ്വദേശ റേഞ്ച് നാട്ടിൽ തന്നെയാണ്. അതും എന്ത് ചെയ്യണം, അവിടുത്തെ നാട്ടിൽ പോയിട്ട് സ്വദേശ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വീണ്ടും ഞങ്ങൾ നിലവിൽ പഠിപ്പിക്കുന്ന മദ്രസ ഏത് റേഞ്ചിൻ്റെ പരിധിയിലാണോ ആ റേഞ്ച് സെക്രട്ടറിയുടെ പിന്നെ സീലും കാര്യങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ ഫോം മൊത്തം ഇംഗ്ലീഷിലാണ് പൂരിപ്പിക്കേണ്ടത് എന്നതിൽ പറയുന്നത്. പൂരിപ്പിച്ച അപേക്ഷ ഫോറമത്തിനോടൊപ്പം നിലവിലുള്ള MSR റേഞ്ച് മുഖേന ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപ്പോൾ റേഞ്ച് മുഖേനയാണ് ഇത് എത്തിക്കേണ്ടത്. പിന്നെ SL നമ്പറൊക്കെ അവിടെ ഓഫീസ് വർക്കിനുള്ളതാണ്, കണ്ടില്ലേ, ഫോർ ഓഫീസ് യൂസ്. പിന്നെ അത് അപ്സെറ്റഡ് ആണെങ്കിൽ അപ്സെറ്റഡ്, രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ കാണിക്കും എന്ന് സെക്രട്ടറി. ഇത്രയേ ഉള്ളൂ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഫോം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ MSR പുതിയത് അപേക്ഷിക്കാനുള്ളത് ന്യൂ ആപ്ലിക്കേഷൻ നിൽക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ട് കൊടുത്താൽ നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ വരും. പിന്നെ ഇനി അഥവാ നിങ്ങളുടെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഫോർഗേറ്റ് പാസ്വേഡ് എന്ന് കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളെ MSR നമ്പർ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് റീസെറ്റ് പാസ്വേഡ് എന്ന് അടിച്ചാൽ ഒരു OTP ആ നമ്പറിലേക്ക് വരും. ആ OTP അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ MSR പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ പിന്നെ പുതുക്കാൻ പറ്റും. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നീഡ് ഹെൽപ്പ്, അതിൻ്റെ ഇടയിൽ വാച്ച് ഹെൽപ്പ് വീഡിയോ എന്ന് കാണുന്നില്ലേ, അവിടെ നിങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദ വിവരണങ്ങൾ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ വീഡിയോയിലൂടെ ഇതിലിപ്പോൾ നിലവിൽ കാണുന്നില്ല, ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്താണെന്നറിയില്ല, അത് ഒഴിവാക്കിയോ ഇല്ല, അല്ലാഹു ആലം. അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അബൌട്ട് MSR അതതിൻ്റെ കാര്യങ്ങളാണ്. ഇത് എങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യണം, മറ്റുള്ള സംഗതികളൊക്കെ മൊത്തത്തിൽ അതിൻ്റെതായ നിബന്ധനയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതതിൽ വായിച്ചാൽ മനസ്സിലാകും. ഓക്കെ, പിന്നെന്താണ്, പിന്നെ അതിൻ്റെ അടിയിൽ ഹെൽപ്പ്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഹെൽപ്പും കാര്യങ്ങളൊക്കെ, അതിൻ്റെ കൂടുതൽ വിവരണങ്ങൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഫുള്ള് ടൈപ്പ് ചെയ്ത് ന്യൂ MSR ആപ്ലിക്കേഷൻ ഓൺലൈനായി MSR അപേക്ഷിക്കുവാൻ നൽകുവാൻ 3 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായിട്ട് നോക്കി വായിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ, ആധാർ നമ്പർ, ഇത് 3ആണ് സ്റ്റെപ്പ് 1ൽ ആവശ്യം തന്നെ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ റേഞ്ചിൽ നിന്നും ഈ അപേക്ഷ പരിശോധിച്ച് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കണ്ടില്ല, ആദ്യം അപ്രൂവൽ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ബേസിക് ഡീറ്റെയിൽസ് ഫീസ് അടക്കം നേരത്തെ പറഞ്ഞത്, പിന്നെ ഫയൽ അപ്ലോഡ് പറഞ്ഞാൽ SKSFിൻ്റെ പിന്നെ ഫോമും കാര്യങ്ങളും, അതിനുശേഷം വെരിഫിക്കേഷൻ, ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷനാണ്. അതിനുശേഷം ലാസ്റ്റ് ഇവിടെ കണ്ടില്ല ഞാൻ പറഞ്ഞത്, ഇവിടെ മദ്രസ സ്റ്റാറ്റസ്, മദ്രസ രജിസ്റ്റർ ചെയ്യണം. അപേക്ഷ അപ്രൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഘട്ടങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിൽ നോക്കിയാൽ ഇൻഷാല്ലാ മനസ്സിലാവും. ഞാൻ വീഡിയോ കൂടുതൽ ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ. ഇൻഷാല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെതായ ശൈലിയിലാണ് പറയുന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.